ഹായ്, ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പാൽവില ഉയർത്താൻ തീരുമാനം. എറണാകുളം പോലുള്ള ജില്ലകളിൽ നിന്ന് പാൽവില 10 രൂപ വരെയെങ്കിലും വർദ്ധിപ്പിച്ചാൽ മാത്രമേ കർഷകർക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള ചർച്ചകളിലാണ് പാൽവില ഉയർത്താനുള്ള തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. ബോർഡ് ഡയറക്ടർമാരുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് പാൽവില ഉയർത്താനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നും പാൽവില ഉയർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് എന്തെങ്കിലും ബാധ്യതകൾ വരുമോ എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്ത് തീരുമാനമാക്കിയതിനു ശേഷം മാത്രമേ പാൽവില ഉയർത്തുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത വാർത്ത, ഭവന വായ്പയിൽ ഇനി നികുതി ഇളവ് ഉണ്ടാവില്ല. ഇതുവരെ ഭവന വായ്പയിലേക്ക് നമ്മൾ തിരിച്ചടയ്ക്കുന്ന പലിശയിൽ 2 ലക്ഷത്തിനും ഇതുവരെ പലിശ ഇനത്തിലേക്ക് നമ്മൾ തിരിച്ചടയ്ക്കുന്ന 2 ലക്ഷത്തിനും അതുപോലെ തന്നെ മുതലിലേക്ക് തിരിച്ചടയ്ക്കുന്ന 1.5 ലക്ഷത്തിനും നമുക്ക് നികുതി ഇളവ് ലഭിച്ചിരുന്നു. ഇപ്പോൾ ബാങ്കുകളും മറ്റും പുതിയ താരിഫുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുതിയ ഇനത്തിൽപ്പെട്ട ലോണുകളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ ലോണുകളിൽ ഇനി മുതൽ നികുതി ഇളവ് ലഭിക്കില്ല. നിലവിലിപ്പോൾ 3.5 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്കാണ് നികുതി ഇളവ് ലഭിച്ചിരുന്നത്. ഇനി മുതൽ അത് ലഭിക്കില്ല എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ അറിയിപ്പ്. അടുത്ത വാർത്ത, കർഷകർക്കായി നൽകിയിട്ടുള്ള വൈദ്യുതി ഇനത്തിൽ 150 കോടി രൂപയുടെ കുടിശ്ശിക കാണിച്ച് KSEB മുന്നോട്ട് വന്നിരുന്നു. ഇതുകൊണ്ട് തന്നെ കർഷകരുടെ വൈദ്യുതി മുടങ്ങും എന്ന ചിന്തയിലായിരുന്നു എല്ലാ കർഷകരും. പക്ഷേ എങ്കിൽ വൈദ്യുതി മുടങ്ങില്ല എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. കർഷകരുടെ പ്രതിഷേധവും മറ്റും വലിയ തോതിൽ മുന്നോട്ട് വന്നതുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വൈദ്യുതി മുടങ്ങില്ല എന്നുള്ള രീതിക്കുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിനോട് KSEBയും സമ്മതം മൂളിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ കർഷകർക്കായുള്ള വൈദ്യുതി മുടങ്ങില്ല. അടുത്ത വാർത്ത, പെൻഷൻ മസ്റ്ററിംഗ് തുടർന്നു വരികയാണ്. ജൂൺ മാസം 25-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിങ്ങിനായി സമയം നൽകിയിരിക്കുന്നത്. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തു തീർക്കുന്നതിന് കാലതാമസം എടുക്കുന്നത് വെറും 5 മിനിറ്റ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനായി ഫീസ് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് 30 രൂപ മുതൽ 50 രൂപ വരെ ആയിരിക്കും. നിങ്ങൾ ആ ഒരു തുക കൂടി കയ്യിൽ കരുതേണ്ടതാണ്. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് നിങ്ങളുടെ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നതാണ്. അതിനായിട്ടുള്ള സമയം, തീയതി എന്നിവ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽസ് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് അറിയിക്കുക. അതുപോലെ പെൻഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സാങ്കേതിക തകരാർ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ ഒരു ഫോം അവൈലബിൾ ആണ്. നിങ്ങളത് പൂരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. അടുത്ത വാർത്ത, ജൂലൈ മാസത്തിൽ 5 ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ റേഷൻ മുടങ്ങുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. റേഷൻ EKYC പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു കാര്യം ഉണ്ടാവുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ 5 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് റേഷൻ EKYC പൂർത്തിയാക്കാത്തത്. നിങ്ങളുടെ കാർഡിൽ 4 പേരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൾ EKYC പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ആനുകൂല്യം റേഷൻ കാർഡിൽ നിന്ന് ലഭിക്കാതെയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും EKYC പൂർത്തിയാക്കി എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ റേഷൻ കാർഡിൽ നീല വെള്ള കാർഡ് ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മുൻഗണനാ ലിസ്റ്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30-ാം തീയതിയാണ്. ഇനി 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് വരാനുള്ള അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് മാറ്റി ലഭിക്കുന്നതായിരിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഹോസ്പിറ്റലുകളിൽ ചികിത്സാ ധനസഹായത്തിനും നമുക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. താങ്ക്